വിത്ർ നിസ്കാരം നമ്മൾ സ്ഥിരമായി നിസ്കരിക്കുന്ന പല ആളുകളുമുണ്ട്. വിത്ർ നിസ്കാരം പ്രത്യേകിച്ച് റമദാൻ ആകുമ്പോൾ വിത്ർ നിസ്കാരം മുടങ്ങാതെ നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. റമദാൻ മാസത്തിൽ വിത്ർ നിസ്കാരം പ്രത്യേകം സുന്നത്തുണ്ടല്ലോ, എല്ലാ ദിവസവും സുന്നത്തുണ്ട്. എന്നാൽ തറാവീഹ് നിസ്കാരത്തിന് ശേഷം വിത്ർ ജമാഅത്തായി നമ്മുടെ പള്ളികളിൽ നിന്നും നമ്മുടെ പുരുഷന്മാർ നിസ്കരിക്കും, ഉമ്മമാർ വീട്ടിൽ നിന്ന് പതിവായി നിസ്കരിക്കും. വിത്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം, വിത്ർ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ, വിത്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, വിത്ർ നിസ്കാരത്തിലെ കുനൂത്ത്, വിത്ർ നിസ്കാരത്തിൻ്റെ നീയത്ത്, വിത്ർ നിസ്കാരത്തിൻ്റെ റക്അത്ത് തുടങ്ങിയിട്ട് വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട മനസ്സിലാക്കേണ്ട ചുരുങ്ങിയ രൂപം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കുന്നത് ഒരുപാട് സുന്നത്തായ നിസ്കാരങ്ങളുണ്ട്. തഹജ്ജുദ് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിക്കുന്നവർ, ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ കൃത്യമായി നിസ്കരിക്കുന്നവർ, അതുപോലെ ദുഹാ നിസ്കരിക്കുന്നവർ തുടങ്ങി അവസാനം നമ്മുടെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് വിത്ർ നിസ്കാരം. അതായത് ഒരു ദിവസത്തിൻ്റെ അവസാനം നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ എന്നാണ്. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ, അതായത് ഒറ്റക്കണക്കായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം. നമുക്കിപ്പം മഗ്രിബ് ഒരു ഒറ്റയായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ 3 റക്അത്ത്. ഇതുപോലെ വിത്ർ സുന്നത്തായ നിസ്കാരങ്ങൾ നോക്കിയാൽ ഒറ്റ എന്നുള്ള കണക്കിൽ നിസ്കരിക്കുന്ന നിസ്കാരം എന്തേ ഉള്ളൂ? വിത്ർ നിസ്കാരമേ ഉള്ളൂ. തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത് വീതം നിസ്കരിക്കേണ്ടത്. തറാവീഹ് നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് വീതം നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ ദുഹാ നിസ്കരിച്ചാലും 2 റക്അത്ത് വീതം നിസ്കരിക്കേണ്ടത്. എന്നാൽ വിത്ർ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ഒറ്റയാക്കിക്കൊണ്ട് അവസാനിപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിത്റിൻ്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്? എത്ര റക്അത്ത് വിത്ർ നിസ്കരിക്കണം? ഏറ്റവും കുറഞ്ഞത് 1 ഏറ്റവും കുറഞ്ഞത് 1 റക്അത്ത് നിസ്കരിച്ച ഒരാൾ ഏറ്റവും കുറഞ്ഞത് വിത്രായി. പക്ഷേ അത് കറാഹത്താണ് എന്ന് കിതാബുകളിലുണ്ട്. ഒറ്റ റക്അത്തായിട്ട് നിസ്കരിക്കാൻ. മറിച്ച് എന്ത് ചെയ്യുക? 3 നിസ്കരിക്കുക. അതാണൊരു സുന്നത്തായ രൂപം. ഏറ്റവും അഫ്ളലായ, ഏറ്റവും ഫളീലത്തുള്ളത്, അല്ലെ ഏറ്റവും കൂടുതലായി നിസ്കരിക്കേണ്ടത് 11 റക്അത്താണ്. ഇപ്പം 3 തരത്തിലുണ്ട് എന്ത് ഒഴിവാക്കേണ്ടത്. അതായത് 1 റക്അത്തായിട്ട് നിസ്കരിക്കുക, അതെന്ത് ചെയ്യുക? ഒഴിവാക്കുക. മറിച്ച് ഒരു 3 റക്അത്തായിട്ട് നിസ്കരിക്കുക. 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിന് ശേഷം 1 റക്അത്ത് കൂടെ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക? സലാം വീട്ടുക. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഈ റക്അത്തുകളുടെ എണ്ണം നമ്മളൊന്ന് മനസ്സിലാക്കുക. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാളുടെ സംശയം ചോദിച്ചത് എന്ത് ചെയ്യുക? 10 റക്അത്ത് വിത്ർ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. 10 റക്അത്ത്. ഞാൻ 10 റക്അത്ത് എന്നുള്ളൊരു കണക്കില്ല. എന്ത് ചെയ്യണം? ഒന്നുകൂടെ കൂട്ടിയിട്ട് 11 റക്അത്തായിട്ട്, അതാണ് മാക്സിമം വിത്ർ നിസ്കരിക്കേണ്ട കണക്ക് അല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ട? വിത്ർ ചിലപ്പോൾ നിയത്ത് വെക്കും. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 10 വരെ എത്തിച്ച് അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും അറിയാത്തതുകൊണ്ട്. എന്നാൽ വിത്ർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ റക്അത്തായിട്ട് അവസാനിപ്പിക്കണം. എന്നാൽ അതിന് വിത്ർ എന്ന് പറയാം. ഒറ്റയായി അവസാനിപ്പിക്കണം. എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? ഇങ്ങനെ ഇപ്പോൾ 2 റക്അത്ത്, ഒരാൾ 11 റക്അത്ത് നിസ്കരിക്കുകയാണെന്ന് കരുതാം, അയാൾ അങ്ങനെ നിയത്ത് വെക്കണം. അല്ലെങ്കിൽ 3 റക്അത്ത് നിസ്കരിക്കുകയാണെന്ന് കരുതാം, അയാൾ അങ്ങനെ നിയത്ത് വെക്കണം. നിസ്കരിക്കേണ്ടത് ആദ്യം 2 റക്അത്ത് വീതമാണല്ലോ നിസ്കരിക്കുക. അപ്പോൾ അവിടെ കരുതേണ്ടത് വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വിത്റിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 2 റക്അത്ത്, അങ്ങനെ എന്ത് ചെയ്യുക? 10 റക്അത്ത് നിസ്കരിച്ചിട്ട് അടുത്തത് നിസ്കരിക്കുമ്പോൾ ഈ ഒറ്റ നിസ്കരിക്കുമ്പോഴോ വിത്ർ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അവസാനത്തെ ഒറ്റ റക്അത്തിന് എന്ത് പറയണം? വിത്ർ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അപ്പോൾ അങ്ങനെ നിയ്യത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. നിയ്യത്ത് അങ്ങനെയാണ്. അപ്പം പൂർണ്ണമായ രൂപം ഞാൻ നിസ്കരിക്കേണ്ട ഒരു ശൈലി ഞാൻ രൂപം പറഞ്ഞുതരാം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്തു, കൈകെട്ടി, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, എന്നിട്ട് അതിനുശേഷം വജ്ജഹത്തു ഓതി, ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതി, ശേഷം എന്ത് ചെയ്യാം? സൂറത്തുകൾ ഓതാം. സൂറത്തുകൾ ഓതി. ഇപ്പോൾ 3 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഓതാൻ പറ്റിയത് ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ. ഇനി അത് അറിയില്ല എങ്കിൽ അറിയുന്ന സൂറത്ത് ഓതിയാൽ മതി, കുഴപ്പമില്ല. അറിയുന്ന ആളുകൾക്ക് ഓതാൻ വേണ്ടിയിട്ട് പറയാണ്. അറിയാത്ത ഒരാളാണ്, അത് ഖുൽ ഹുവല്ലാഹു അഹദേ അറിയത്തുള്ളൂ, അതന്നെ ഓതിയാൽ മതി എല്ലാ റക്അത്തിലും, ഒരു കുഴപ്പമില്ല. ഇനി സൂറത്ത് ഒന്നും അറിയത്തില്ല, ഫാത്തിഹ മാത്രമേ അറിയത്തുള്ളൂ, എന്നാൽ രണ്ടാമതൊരു ഫാത്തിഹയും കൂടെ ഓതിയാൽ മതി. ഒരു ഫാത്തിഹ ഓതി അതിനുശേഷം ഒന്നുകൂടെ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അത് സൂറത്തിൻ്റെ സ്ഥാനത്തേക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബേജാറാവേണ്ടതില്ല. അറിയുന്നവരാണെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതാ. ആ 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. ഇതിനുശേഷം അടുത്ത മൂന്നാമത്തെ റക്അത്ത് എഴുന്നേറ്റു.
അതും എന്ത് ചെയ്യുക, നീയത്ത് വെച്ചിട്ട് കൈ കെട്ടി, എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് ഫാത്തിഹ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി ശേഷം എന്ത് ചെയ്യുക, ഖുൽ ഹു അല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തും ഓതാം. ഈ 3 സൂറത്തും ഓതാം. ഇനി 3 അറിയില്ല എങ്കിലോ അറിയുന്ന ഏതെങ്കിലും സൂറത്ത് ഓതാം, ഈ പറഞ്ഞതുപോലെ തന്നെ. ശേഷം എന്ത് ചെയ്യുക, റുക്കൂ ചെയ്തു, എഴുത്താല് സുജൂദ് ചെയ്ത് സലാം വീട്ടി. ഇതാണ് നിസ്കാരത്തിൻ്റെ ഒരു രൂപം. ഇനി റമളാനിൽ നിസ്കരിക്കുമ്പോൾ റമളാനിൻ്റെ പകുതി കഴിഞ്ഞാൽ, അതായത് 15ാമത്തെ രാവ് കഴിഞ്ഞാൽ, 15ാമത്തെ നോമ്പ് മുതൽ എന്ത് ചെയ്യണം, ഖുനൂത്ത് ഓതണം. വിത്തറിൽ ഖുനൂത്ത് ഓതണം. വിത്തറിലെ അവസാനത്തെ റക്അത്തിലെ എഴുത്തിതാലിൽ നമ്മൾ സാധാരണ സുബഹിക്ക് ഓതുന്ന പോലെ ഖുനൂത്ത് എന്ത് ചെയ്യണം, ഓതണം. സുബഹിക്ക് സാധാരണ ഓതുന്ന ആ ഖുനൂത്ത് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് വിത്തറിലും ഓതേണ്ട. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് തുടങ്ങി വിത്തറിൽ നമ്മൾ ഖുനൂത്ത്, നമ്മൾ സുബഹയിൽ ഓതുന്ന ഖുനൂത്ത് തന്നെ അത് തന്നെ എന്ത് ചെയ്യുക, വിത്തറിലും ഓതേണ്ടത്. ഷാഫി മദ്ഹബ് പ്രകാരം ഓതേണ്ടതുണ്ട്. അതാണ് എന്ത് ചെയ്യുക, പൂർണ്ണമായ രൂപം. ഇനി എന്ത് ചെയ്യുക, നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ എന്തൊക്കെയാണ്? ഒരാൾ എന്ത് നിസ്കരിച്ചു, വിത്തർ നിസ്കരിച്ചു. വിത്തർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാരം സലാം വീട്ടിയ ഉടനെ അയാൾ പറയേണ്ടതാണ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ഈ ഒരു ദിക്റിനെ 3 തവണ ചൊല്ലണം. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നിങ്ങനെ 3 തവണ ഈ ഒരു ദിക്ർ ചൊല്ലുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന ദുആ ഒന്ന് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, അത് പഠിച്ചു വെക്കുക. നമ്മൾ വിത്തറിന് ശേഷം ചൊല്ലേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക് وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. اللهم إني أعوذ برضاك من سخطك وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഈ ഒരു ദുആ ചൊല്ലാം. ഇത് വിത്തറിന് ശേഷം സാധാരണഗതിയിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദുആയാണ്. ഇത് ചൊല്ലിയ ശേഷം പൊതുവായൊരു ദുആയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ ഒരു ദുആഊടെ എന്ത് ചെയ്യുക, നമ്മുടെ ആഖിറത്തിലെയും ദുനിയാവിൻ്റെയും ഒക്കെ സന്തോഷം ലഭിക്കാൻ, വിജയം ലഭിക്കാൻ കാരണമായി തീരുന്നൊരു ദുആ, അതും കൂടെ എന്ത് ചെയ്യുക, ചൊല്ലുക. ഇപ്രകാരം ചൊല്ലിയ ശേഷം ഇനി മൊത്തത്തിൽ അധികരിപ്പിക്കാൻ പറ്റിയ വിത്തറിന് ശേഷം നമ്മുടെ ആ ഒരു ദിവസത്തിൻ്റെ പരിസമാപ്തി എന്ന രൂപത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ചില ദിക്റുകളാണ് എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒന്നിരിക്കെ 3 തവണയോ അല്ലെങ്കിൽ 33 തവണയൊക്കെ എന്ത് ചെയ്യാം, അത് ചൊല്ലാം. ഇതിനുശേഷം 3 തവണ ചൊല്ലുക അല്ലെങ്കിൽ 33 തവണ ചൊല്ലുക. ആ ഇസ്തിഗ്ഫാറിന് ശേഷം എന്ത് ചെയ്യണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയുന്നൊരു സ്വലാത്തോ എന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യം ചൊല്ലുക. 10 പ്രാവശ്യം ചൊല്ലുക. ഇതിനുശേഷം കൈ ഉയർത്തിയിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പറയുക. നമുക്ക് ആ ചെയ്യുന്ന ദുആഇന് ഇജാബത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് ആ വിത്തർ എന്ന പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കാൻ, വിത്തർ നിസ്കാരത്തെ പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഒരുപാട് അമാലുകൾക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞാണ് എങ്ങനെയാണ് വിത്തറിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത്, എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാര ശേഷം എന്താണ് ചൊല്ലേണ്ടത്, നിസ്കാരത്തിനുള്ളിൽ എന്താണ് ചൊല്ലേണ്ടത്, ഓതേണ്ടത്, ഇതൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ, പതിവാക്കാൻ പറ്റിയ രൂപത്തിൽ, അമൽ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും ഖബൂലാക്കട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.